പീപ്പിൾ എക്സ്ക്ലൂസീവ് കുട്ടികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് മുൻ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ വീടിനടുത്തുള്ള സ്കൂളിലെ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടി. റബ്ബിന്റെ സഹോദരൻ മാനേജറായ ട്രസ്റ്റിന്റെ സ്കൂളിലാണ് വിചിത്ര നടപടി. സ്കൂൾ അധികൃതരുടെ നടപടി വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ആക്ഷേപം. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും തിരൂരങ്ങാടി എംഎൽഎയുമായ PK അബ്ദുൾ റബ്ബിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനായ സൂപ്പിക്കുട്ടി നാഹയുടെ പേരിലുള്ള സ്കൂളാണിത്. റബ്ബിന്റെ സഹോദരൻ PK മുഹമ്മദ് ജമാലാണ് ഈ സ്കൂളിന്റെ മാനേജർ. പരപ്പനങ്ങാടി അഞ്ചപ്പുരയിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്താണ് അബ്ദുൾ റബ്ബിന്റെ വീട്. സ്കൂൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന റബ്ബിന്റെ പരാതിയെ തുടർന്ന് ഈ ഭാഗത്തെ മുഴുവൻ ജനലുകളും അടച്ചിരിക്കുകയാണ്. പകരം ഇവിടെ ഭിത്തി കെട്ടി അടച്ചു. ഇതോടെ കാറ്റും വെളിച്ചവും കടക്കാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലുമായി. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ട് അപ്പുറത്തുണ്ടെന്ന് കരുതി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട വെളിച്ചവും വായുവുമെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള അവിടെയുള്ള സ്കൂളിലെ മാനേജ്മെൻറ്റ് അതിനൊത്താശ ചെയ്തിട്ടുണ്ട്. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. സ്കൂൾ അധികൃതരുടെ ഈ മണ്ടൻ നടപടിക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബിനെ ഭയന്ന് ആരും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായുമെല്ലാം ഏറെ ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ കാഴ്ചയും. അധികൃതർ എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു കോഴിക്കോട് നിന്നും. കുട്ടൻ, കുട്ടികൾ എത്തി നോക്കുന്നു എന്ന കാരണം പറഞ്ഞ് സ്കൂളിന്റെ ജനലുകൾ അടച്ചുകെട്ടി ഭിത്തി കെട്ടുക വിചിത്രമായ നടപടി. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയല്ലേ? തീർച്ചയായും വളരെ വിചിത്രമായ ഒരു നടപടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായി തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ പേരിലാണ് ഈ സ്കൂളുള്ളത്, ഹയർ സെക്കൻഡറി സ്കൂളുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ അംഗങ്ങളായ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതും. ഇവിടെ നിന്നും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ഉൾപ്പെടുന്ന ഈ ബ്ലോക്ക്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ വാർത്തയിൽ കാണിച്ച ഈ ബ്ലോക്കിൽ നിന്നും നേരെ നോക്കിയാൽ മതിലിന്റെ തൊട്ടടുത്ത് അബ്ദുൾ റബ്ബിന്റെ വസതിയാണ്. ഈ കുട്ടികൾ സ്കൂളിൽ നിന്നും റബ്ബിന്റെ വസതിയിലേക്ക് നോക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ജനലുകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്നത്. ഇത് കുറച്ച് നാളുകൾ മുമ്പ് തന്നെ സംഭവിച്ചതാണ്. എന്നാൽ അതിനുശേഷം ഈ ജനലുകൾ അടക്കുകയും പിന്നീട് റബ്ബിന്റെ സ്വാധീനവും സമ്മർദ്ദവും മൂലം സ്കൂൾ അധികൃതർ ഈ ജനലിന്റെ അവിടെ ഭിത്തി കെട്ടി, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഭിത്തി കെട്ടി പൂർണ്ണമായും മറച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുഴുവൻ ജനലുകളില്ല. പക്ഷേ അതിൻ്റെ താഴത്തെ ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലും അതിന് മുകളിൽ 2ാമത്തെ നിലയിലെ മുകളിലെ നിലയിലും ജനലുകളുണ്ട്. മറ്റ് സ്കൂൾ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വീടുകളിലേക്കും തുറന്നിരിക്കുന്ന ജനലുകളുണ്ട്. എന്നാൽ അബ്ദുൾ റബ്ബിന്റെ വീട്ടിലേക്ക് മാത്രം കാണാവുന്ന രീതിയിലുള്ള ഈ ഭാഗത്തെ മുഴുവൻ ജനലുകളും അടച്ചിരിക്കുന്ന വളരെ വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതാണ്ട് 5 or 6 ക്ലാസ് റൂം സ്ഥിതി ചെയ്യുന്ന ഒരു ബ്ലോക്കിലെ മുഴുവൻ ഒരു ഭാഗത്തെ ജനലുകൾ മുഴുവൻ അടച്ച് അവിടെ ഭിത്തി കെട്ടിയിരിക്കുന്നു. ഇത് സ്കൂൾ അധികൃതർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടുത്തെ നാട്ടുകാർക്ക് ഈ കാര്യങ്ങൾ അറിയാം, അവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം, സ്കൂൾ അധികൃതർക്കറിയാം. എന്നാൽ അവിടുത്തെ സ്കൂൾ അധികൃതർ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാൽ നാട്ടുകാരും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമെല്ലാം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ പ്രദേശത്തുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ, രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമെല്ലാം വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയൊന്നും ഒരു തരത്തിലും പരിഗണിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹണി, കുട്ടൻ പറയുന്നത് പോലെ തന്നെ മറ്റു വീടുകളിലേക്ക് തുറന്നിരിക്കുന്ന ജനലുകളൊക്കെ പൂർവ്വസ്ഥിതിയിൽ തന്നെയുണ്ട്. എന്നാൽ അബ്ദുൾ റബ്ബിന്റെ വീട്ടിലേക്ക് തുറന്നിരിക്കുന്ന ജനലുകൾ മാത്രം അടച്ചുകെട്ടി അവിടെ ഭിത്തി കെട്ടിയിരിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങളുണ്ടോ? ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഹണി, അബ്ദുൾ റബ്ബ് ആ പരിസരത്തെ ഒരു പ്രാമാണികനായ
നേതാവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ പോലും പരസ്യമായി ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നൊരു ബൈറ്റ് തരാനോ ഇക്കാര്യം സംസാരിക്കാനോ തയ്യാറാവുന്നില്ല. എന്നാൽ അവരാണ് വളരെ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുപോലെ സ്കൂൾ അധികൃതർക്കും ഇത് സംബന്ധിച്ചൊരു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പ്രയാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ സ്കൂളിൻ്റെ മാനേജറെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ചും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ അവിടുന്ന് തന്നെയുള്ള ചില അധ്യാപകരിൽ നിന്നും അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ വിചിത്രമായ നടപടികളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ റബ്ബിൻ്റെ വീട് അഞ്ചപ്പുരയിലാണ്, പരപ്പരങ്ങാടി അഞ്ചപ്പുരയിലാണ് അബ്ദുറബിന്റെ വീട്. ഈ വീടിന്റെ ഒരു മതിൽക്കെട്ടിനകത്ത്, മതിൽ കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡാണ്, നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഇടവഴി പോലുള്ള റോഡാണ്. ആ റോഡിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും പ്രവർത്തിക്കുന്ന ഈ ഒരു ഭാഗത്തെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് നോക്കിയാലാണ് റബ്ബിന്റെ വീട് കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഭാഗത്തെ മുഴുവൻ ജനലുകളുമാണ് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ വലിയ വിശാലമായ സ്കൂളാണ്, ഒരുപാട് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ നമ്മൾ മുഴുവനായും പരിശോധിച്ചു. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ കെട്ടിടത്തിന്റെ 2ാം നിലയുടെ താഴത്തും മുകളിലും ഉള്ള ബ്ലോക്കുകളിലൊക്കെ ജനലുകളുണ്ട്. അതിൻ്റെ പിറകുഭാഗത്ത് ജനലുണ്ട്, മറ്റെല്ലാ ക്ലാസ്സുകൾക്കകത്തും ജനലുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ്, ഈ ഒരു പോർഷൻ മാത്രമാണ് ജനൽ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഇതിൽ ഭിത്തി കെട്ടി അടച്ചിരിക്കുന്നത്. അതിനെന്ത് ന്യായീകരണം പറഞ്ഞാലും അതൊരു തരത്തിലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ വലിയ പ്രശ്നം, അതിനുള്ളിലേക്ക് വായുവും ലഭിക്കാതെ, വെളിച്ചവും ലഭിക്കാതെ വിദ്യാർത്ഥികൾ വലിയ ദുരിതത്തിലാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു വെന്റിലേറ്റർ പോലെ ഒരു 2-3 വെന്റിലേറ്റർ കാണാം. പക്ഷെ അതൊരു യഥാർത്ഥ നടപടിയല്ല. കാരണം ജനലുകൾ പൂർണ്ണമായി അടച്ച് അവിടെ ഭിത്തി കെട്ടിക്കൊണ്ട് ജനൽ ഉള്ള സ്ഥലത്ത് ഭിത്തി കെട്ടുകയും അതിൻ്റെ മുകളിൽ വെന്റിലേഷൻ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതിൽ വളരെ വിചിത്രപരവും മനുഷ്യാവകാശ ലംഘനവുമായ ഒരു നടപടി തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഹണി, കുട്ടികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് മുൻ മന്ത്രി അബ്ദുറബിന്റെ വീടിനടുത്തുള്ള സ്കൂളിലെ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടി. വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് മടങ്ങിയത് പീപ്പിൾ എക്സ്ക്ലൂസീവ്. കുട്ടികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് മുൻ മന്ത്രി അബ്ദുറബിന്റെ വീടിനടുത്തുള്ള സ്കൂളിലെ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടി. റബ്ബിന്റെ സഹോദരൻ മാനേജറായ ട്രസ്റ്റിന്റെ സ്കൂളിലാണ് വിചിത്ര നടപടി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടനും ഒപ്പം വാർത്തയോട് പ്രതികരിക്കാൻ KSTA ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ ടെലിഫോൺ ലൈനിലും ചേരുന്നുണ്ട്. ശ്രീ ഹരികൃഷ്ണൻ, കുട്ടികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന വിചിത്ര കാരണം പറഞ്ഞ് ഒരു സ്കൂളിലെ ഒരു ബ്ലോക്കിലെ മുഴുവൻ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? ഇത് കേട്ടപ്പോ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു വിദ്യാർത്ഥികൾ തന്റെ വീട്ടിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനലുകൾ കുട്ടിയെടുക്കുകയും കുട്ടികളുടെ വായു സഞ്ചാരം ഉൾപ്പെടെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ അവകാശ നിഷേധം കൂടിയാണ്. ആ അവകാശ നിഷേധത്തിനെതിരായിട്ടാണ് മനുഷ്യ സമൂഹം ആകെ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ കേരളത്തിലെ ഒരു പൊതുവായ പ്രസക്തനും കൂടിയാണ്. ആ പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് ജനലുകൾ അടച്ചുപൂട്ടി ജയിലിലടക്കുന്ന പോലെ കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം ഇപ്പൊ കൈരളി വാർത്ത പുറത്തുവിടുന്നതോടുകൂടി സമൂഹം അറിയുകയാണ്. തീർച്ചയായും അതിനെതിരെ പൊതുസമൂഹം നന്നായി ഇടപെടേണ്ടതുണ്ട്. ഇത്തരം പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ, മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് പറയാനുള്ളത്. ശ്രീ ഹരികൃഷ്ണൻ, അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇദ്ദേഹം വെറും ഒരാളല്ല, മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. KSTയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലാകും ഇക്കാര്യത്തിൽ ഉണ്ടാവുക? തീർച്ചയായും ഇത് ഇപ്പോ നമ്മുടെ ഈ കൈരളി വാർത്തയാണ് നമുക്കിത് ബോധ്യപ്പെടുന്നത്, ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം ജനലിൽ കെട്ടി ചുമര് ഭിത്തി കെട്ടി മറച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. തീർച്ചയായും ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം KSTയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം തർക്കമില്ല. കുട്ടികളുടെ അവകാശ ലംഘനമാണ്. അവർക്ക് കൃത്യമായി വായുസഞ്ചാരം കിട്ടണം. ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നാം ഇത് പ്രതീക്ഷിക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം
ഒരുപാട് അഴിമതിയുടെ ഭാഗമായിട്ട് വലിയ കളങ്കിതമായ മന്ത്രിയാണെങ്കിൽ കൂടിയും അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സമീപനം ഉണ്ടാകുന്നതിനെതിരായി KSDA ശക്തമായ പ്രക്ഷോഭമായി പോകണം എന്ന് തന്നെയാണ് നമ്മളിപ്പോ ആലോചിച്ചിട്ടുള്ള കാര്യം. ശ്രീ ഹരികൃഷ്ണൻ, താങ്കൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഒരു ബ്ലോക്കിലെ മുഴുവൻ ജനലുകളും അടച്ച് അവിടെ ഭിത്തി കെട്ടിയിരിക്കുന്നു. എന്നാൽ അതിന് താഴത്തെ നിലയിലോ അതിനു മുകളിലത്തെ നിലയിലോ മറ്റു ഭാഗങ്ങളിലെയോ ജനലുകളിൽ പൂർവ്വസ്ഥിതിയിൽ തന്നെയുണ്ട്. ഇത് വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ ഒരു ലംഘനം തന്നെയല്ലേ? വിദ്യാർത്ഥികളോടുള്ള ഒരു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയല്ലേ? തീർച്ചയായും വിദ്യാഭ്യാസ ചട്ടലംഘനം എന്നുള്ളതിനേക്കാൾ ഉപരി വിദ്യാർത്ഥികളുടെ മനുഷ്യാവകാശ കുട്ടികളുടെ അവകാശത്തിനുള്ള ലംഘനമാണ്. ഇപ്പോ കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടിയെ നോക്കാനോ അവരെ മറ്റേതെങ്കിലും വിധത്തിൽ ആക്രമിക്കുന്നതിനോ വേണ്ടി അധ്യാപകർ ശിക്ഷിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നൊരു അവസ്ഥയുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത്. തീർച്ചയായും ആ സമീപനത്തെ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലൊരു വിഡ്ഢിത്തം അദ്ദേഹത്തിന്റെ ഭാഗത്ത് എങ്ങനെയുണ്ടായി? അദ്ദേഹത്തിന്റെ വീട് നോക്കിയാൽ എന്താണ് സംഭവിക്കുക? കുട്ടികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നോക്കിയാൽ എന്താണ് അദ്ദേഹത്തിന് അവിടെ സംഭവിക്കാനുള്ളത്? അദ്ദേഹത്തിന് എന്ത് രഹസ്യമാണ് വെളിപ്പെടാനുള്ളത്? ഇതിന്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഈ വായു സഞ്ചാരം ഉൾപ്പെടെ ഉള്ള നിഷേധിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. വളരെ നന്ദി ശ്രീ KC ഹരികൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ SFI നേതാവ് ശ്രീ VP സാനു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാനു, കുട്ടികൾ എത്തി നോക്കുന്നു എന്ന കാരണം പറഞ്ഞ് വീടിനടുത്തുള്ള അബ്ദുറബിന്റെ വീടിനടുത്തുള്ള സ്കൂളിലെ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടുന്നു. കേരള ചരിത്രത്തിൽ എങ്ങും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. SFI എങ്ങനെ പ്രതികരിക്കുന്നു ഇക്കാര്യത്തോട്? കൈരളി ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ഒരു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിലവിലെ MLA-യുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുക. നേരത്തെ കൃഷ്ണമാഷ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ വെളിച്ചവും വായുവും പോലും നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് ഒരാൾ നോക്കി, അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തേക്ക് ഉള്ള സ്ഥലത്ത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് നോക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴെങ്കിലും ബഹളം വെക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന സമീപനമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഒട്ടനവധിയായിട്ട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ആളുകളുടെ മനുഷ്യാവകാശം പോലും ലംഘിക്കുന്ന സമീപനം, വിദ്യാർത്ഥികളുടെ എല്ലാ വിധത്തിലുള്ള അവകാശവും ലംഘിക്കുന്ന സമീപനമാണ് ഇപ്പോൾ അബ്ദുൾ റബ്ബ് എടുത്തിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഇദ്ദേഹത്തിന് ഒരു മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു MLA എന്നുള്ളതോ അല്ലെങ്കിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പോലും മറ്റൊരാളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് സമൂഹം ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിച്ചതിനെതിരായിട്ട് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുമുള്ള വലിയ പ്രതിഷേധം ഇതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ പ്രവർത്തിക്കെതിരെ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ പ്രവർത്തിക്കെതിരായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. സാനു, ജനലുകൾ അടച്ചു കെട്ടി ക്ലാസ് മുറികളിലേക്കുള്ള വായു സഞ്ചാരം തടയുക, വെളിച്ചം തടയുക, ഒരു തരത്തിൽ കുട്ടികളെ ജയിലിലാക്കുന്നതിന് തുല്യമല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും ജയിലിലാക്കുന്ന, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് മനുഷ്യാവകാശങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ലംഘനവുമാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല, അത്രക്കും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. SFI ഏത് തരത്തിലായിരിക്കും ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുക? അവിടുത്തെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് SFI എന്നുള്ള നിലയ്ക്ക് അതിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് SFI നേതൃത്വം കൊടുക്കും. വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട്, അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരായിട്ട് ഒട്ടനവധിയായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ, വിജയിപ്പിച്ചിട്ടുള്ള ആളുകളാണ് SFI. ആ നിലയിൽ തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ പോലും ലംഘിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള സമരം തന്നെ, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉയർത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ഞങ്ങൾ ചെയ്യും. പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള കൈരളിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത് കൂടുതൽ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ഈ തീരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നിലപാടിൽ നിന്ന്, വിദ്യാർത്ഥികളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച ഈ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രതിഷേധം.
വളരെ നന്ദി ശ്രീ വി പി സാനു ഞങ്ങളോട് പ്രതികരിച്ചതിന്. കുട്ടികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് മുൻ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ വീടിനടുത്തുള്ള സ്കൂളിലെ ജനലുകൾ അടച്ചുപൂട്ടി ഭിത്തി കെട്ടി. റബ്ബിന്റെ സഹോദരൻ മാനേജറായ ട്രസ്റ്റിന്റെ സ്കൂളിലാണ് വിചിത്രമായ നടപടി ഉണ്ടായത്. സ്കൂൾ അധികൃതരുടെ നടപടി വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. റിപ്പോർട്ട് ഒരിക്കൽ കൂടി കാണാം. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും തിരൂരങ്ങാടി എംഎൽഎയുമായ PK അബ്ദുറബിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനായ സൂപ്പിക്കുട്ടി നാഹയുടെ പേരിലുള്ള സ്കൂളാണിത്. റബ്ബിന്റെ സഹോദരൻ PK മുഹമ്മദ് ജമാലാണ് ഈ സ്കൂളിന്റെ മാനേജർ. പരപ്പനങ്ങാടി അഞ്ചപ്പുരയിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്താണ് അബ്ദുറബിന്റെ വീട്. സ്കൂൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് നോക്കുന്നുവെന്ന റബ്ബിന്റെ പരാതിയെ തുടർന്ന് ഈ ഭാഗത്തെ മുഴുവൻ ജനലുകളും അടച്ചിരിക്കുകയാണ്. പകരം ഇവിടെ ഭിത്തി കെട്ടി അടച്ചു. ഇതോടെ കാറ്റും വെളിച്ചവും കിടക്കാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലുമായി. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ടെന്ന് കരുതി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട വെളിച്ചവും വായുവും എല്ലാം കൊട്ടിയടക്കപ്പെട്ടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള അവിടെയുള്ള സ്കൂളിലെ മാനേജ്മെൻറ്റ് അതിനൊത്താശ ചെയ്തിട്ടുണ്ട്. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. സ്കൂൾ അധികൃതരുടെ ഈ മണ്ടൻ നടപടിക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബിനെ ഭയന്ന് ആരും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായുമെല്ലാം ഏറെ ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ കാഴ്ചയും. അധികൃതർ എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ.